സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിൽ ഇളവുകൾ വരുത്തിയെങ്കിലും ടെസ്റ്റ് പുനരാരംഭിക്കാനായില്ല. സർക്കുലർ പിൻവലിക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. ടെസ്റ്റിനെത്തിയ MVD ഉദ്യോഗസ്ഥരെയും അപേക്ഷകരെയും സമരക്കാർ തടഞ്ഞു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ CATU പ്രഖ്യാപിച്ച സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതോടെയാണ് ടെസ്റ്റ് പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. എന്നാൽ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് INTUC അടക്കമുള്ള സംഘടനകൾ നിലപാടെടുത്തതോടെ മിക്കയിടത്തും ടെസ്റ്റ് മുടങ്ങി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ആരെയും ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറ്റില്ലെന്നായിരുന്നു സമരക്കാരുടെ നിലപാട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും ടെസ്റ്റിനെത്തിയവരെയും സമരക്കാർ തടഞ്ഞു. നമ്മൾ ഇവിടെ എല്ലാവരും എത്ര ദിവസം കൊണ്ട് നമ്മളെ സ്കൂളുകൾ അടച്ചിട്ട് നമ്മളിവിടെ നിന്ന് കാവലിരിക്കുന്നതാണ്. ഇതിനകത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ അയാൾ ഒരു MP എന്ന് പറഞ്ഞൊരുത്തം വന്ന് അതിനകത്ത് കയറിപ്പോയി. പോലീസുകാർ അവരെ കടത്തി വിട്ടു. 4 ദിവസം കൊണ്ട് നമ്മളിവിടെ കിടന്നുകൊണ്ട് പോരി വെയിലത്താണ് നമ്മൾ സമരം ചെയ്യുന്നത്. കണ്ണൂർ തോട്ടടയിൽ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. എറണാകുളത്തും ഡ്രൈവിംഗ് സ്കൂളുകാർ ടെസ്റ്റ് ബഹിഷ്കരിച്ചു. കോഴിക്കോട് കൊടുവള്ളിയിലും ടെസ്റ്റ് നടന്നില്ല. ടെസ്റ്റിനുള്ള ആളുകൾ വരാത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയായിരുന്നു. ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ INTUCയും സ്വതന്ത്ര സംഘടനകളും സമരം തുടരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഒരു അനുകൂലമായി ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല ഇതുവരെ. നമുക്കെതിരായിട്ടുള്ള സർക്കുലറാണ് KB ഗണേഷ് കുമാർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. സമരം കടുപ്പിച്ച് പോകാൻ തന്നെയാണ് തീരുമാനം. ഇത് സംയുക്ത സമിതിയുടെ ആഹ്വാനമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.